26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഇത് ബാബയുടെ വണ്ടർഫുൾ കടയാണ്. ഇതിൽ എല്ലാ വെറൈറ്റി സാധനങ്ങളും ലഭിക്കുന്നു. ആ കടയുടെ അധികാരിയാണ് നിങ്ങൾ. ചോദ്യം: ഈ വണ്ടർഫുൾ കട ഉടമയെ ആർക്കും തന്നെ കോപ്പി ചെയ്യുവാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? ഉത്തരം: കാരണം ഈ ഒന്ന് സ്വയം സർവ ഖജനാവുകളുടെയും കലവറയാണ്. ജ്ഞാനത്തിൻ്റെ, സുഖത്തിൻ്റെ, ശാന്തിയുടെ, പവിത്രതയുടെ, സർവ സാധനങ്ങളുടെയും സാഗരമാണ്. ആർക്ക് എന്ത് വേണമോ അത് ലഭിക്കും. നിവൃത്തി മാർഗത്തിലുള്ളവരുടെ അടുക്കൽ, അതായത് സന്യാസിമാരുടെ അടുക്കൽ, ഈ സാധനങ്ങൾ ലഭിക്കുകയില്ല. ആർക്കും തന്നെ സ്വയം ബാബയ്ക്ക് സമാനം സാഗരമാണ് എന്ന് പറയുവാൻ സാധിക്കില്ല. ഗീതം: നിന്നെ നേടി നമ്മൾ ലോകം നേടി. ഓം ശാന്തി. ഇപ്പോൾ കുട്ടികൾ പരിധിയില്ലാത്ത ബാബയുടെ മുന്നിൽ ഇരിക്കുകയാണ്. ഈ ഒന്നിനെ പരിധിയില്ലാത്ത പിതാവെന്നും പറയാം, പരിധിയില്ലാത്ത ദാദ എന്നും പറയാം. പിന്നെ പരിധിയില്ലാത്ത കുട്ടികൾ ഇരിക്കുകയാണ്. ബാബ പരിധിയില്ലാത്ത ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്നു. പരിധിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒഴിവായി. ഇപ്പോൾ ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് നേടണം. ഒരേ ഒരു കടയാണുള്ളത്. മനുഷ്യർക്ക് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നറിയില്ല. പരിധിയില്ലാത്ത ബാബയുടെ കടയാണെങ്കിൽ വളരെ വലുതാണ്. ആ ഒന്നിനെ പറയുന്നത് സുഖത്തിൻ്റെ സാഗരം, പവിത്രതയുടെ സാഗരം, ആനന്ദത്തിൻ്റെ സാഗരം, ജ്ഞാനത്തിൻ്റെ സാഗരം എന്നാണ്. ഒരു കട ഉടമയുടെ അടുത്ത് വളരെയധികം വെറൈറ്റികൾ ഉണ്ടായിരിക്കും. ഇതാണ് പരിധിയില്ലാത്ത ബാബ. ഇദ്ദേഹത്തിൻ്റെ അടുക്കലും വെറൈറ്റി സാധനങ്ങളുണ്ട്. എന്തെല്ലാമാണുള്ളത്? ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, സുഖത്തിൻ്റെയും ശാന്തിയുടെയും സാഗരമാണ്. ബാബയുടെ അടുക്കൽ ഈ വണ്ടർഫുൾ അലൗകിക സാധനങ്ങളുണ്ട്. പിന്നെ സുഖകർത്ത, അതായത് സുഖമുണ്ടാക്കുന്നവൻ എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. ഇത് ഒരേ ഒരു കടയായി. മറ്റാർക്കും തന്നെ ഇങ്ങനെ ഒരു കടയില്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കരൻ്റെ അടുക്കൽ എന്ത് സാധനങ്ങളാണുള്ളത്? ഒന്നും തന്നെയില്ല. ഏറ്റവും ഉയർന്ന സാധനങ്ങൾ ബാബയുടെ അടുക്കലാണ്. അതിനാൽ ആ ഒന്നിൻ്റെ മഹിമ പാടപ്പെടുന്നു. ത്വമേവ മാതാശ്ച പിതാ, അതായത് നീ മാത്രമാണ് അമ്മയും അച്ഛനും. ഇങ്ങനെയുള്ള മഹിമ ഒരിക്കലും ആർക്കും പാടപ്പെടുന്നില്ല. മനുഷ്യർ ശാന്തിക്ക് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിലർക്ക് ഔഷധം വേണം, ചിലർക്ക് മറ്റെന്തെങ്കിലും വേണം. അതെല്ലാം പരിധിയുള്ള കടകളാണ്. മുഴുവൻ ലോകത്തിലും എല്ലാവരുടെയും അടുക്കൽ പരിധിയുള്ള വസ്തുക്കളാണുള്ളത്. ഒരേ ഒരു ബാബയുടെ അടുക്കലാണ് പരിധിയില്ലാത്ത വസ്തുക്കളുള്ളത്. അതിനാൽ ആ ഒന്നിൻ്റെ മഹിമയും പാടുന്നു. പതീത പാവനനാണ്, ലിബറേറ്ററാണ്, ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, ആനന്ദത്തിൻ്റെ സാഗരമാണ്. ഈ എല്ലാ വെറൈറ്റി സാധനങ്ങളുമുണ്ട്. ലിസ്റ്റ് എഴുതുകയാണെങ്കിൽ വളരെ അധികമാകും. ഏതൊരു അച്ഛൻ്റെ അടുക്കലാണോ ഈ വസ്തുക്കളുള്ളത്, അപ്പോൾ കുട്ടികൾക്കും അതിൻ്റെ മേൽ അവകാശമുണ്ട്. എന്നാൽ ഇത് ആരുടെയും ബുദ്ധിയിൽ വരുന്നില്ല. നമ്മൾ ഇങ്ങനെയുള്ള അച്ഛൻ്റെ കുട്ടികളായിരിക്കുമ്പോൾ അച്ഛൻ്റെ വസ്തുക്കളുടെ അധികാരികൾ നമ്മൾ ആകേണ്ടതാണ്. ബാബ വരുന്നതും ഭാരതത്തിലാണ്. ബാബയുടെ പക്കൽ എന്തെല്ലാം സാധനങ്ങളുണ്ടോ അത് തീർച്ചയായും കൊണ്ടുവരും. വാങ്ങുവാനായി ബാബയുടെ അടുത്തേക്ക് പോകുവാൻ സാധിക്കില്ല. ബാബ പറയുന്നു, എനിക്ക് വരേണ്ടി വരുന്നു. കൽപ്പകൽപ്പങ്ങളിൽ കൽപ്പത്തിൻ്റെ സംഗമത്തിൽ ഞാൻ വന്ന് നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും നൽകുന്നു. ഞാൻ എന്തെല്ലാം സാധനങ്ങളാണോ നിങ്ങൾക്ക് നൽകുന്നത് അത് പിന്നീട് ഒരിക്കലും ലഭിക്കുകയില്ല. പകുതി കൽപ്പത്തേക്ക് നിങ്ങളുടെ ഭണ്ഡാരം നിറയുന്നു. ഏതെങ്കിലും വസ്തുവിനു വേണ്ടി വിളിക്കേണ്ടി വരും വിധത്തിൽ അപ്രാപ്തമായ ഒരു വസ്തുവുമില്ല.
ഡ്രാമ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ എല്ലാ സമ്പത്തും നേടി പിന്നെ പതുക്കെ പതുക്കെ പടികൾ ഇറങ്ങുന്നു. പുനർജന്മവും തീർച്ചയായും എടുക്കേണ്ടി വരും. 84 ജന്മങ്ങളും എടുക്കണം. 84ന്റെ ചക്രം എന്ന് പറയുന്നു, പക്ഷേ അർത്ഥം മനസ്സിലാക്കുന്നില്ല. 84 പകരം 84 ലക്ഷം ജന്മം എന്ന് പറയുന്നു. മായ തെറ്റ് വരുത്തിയിരിക്കുകയാണ്. ഇത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം മറന്നുപോകും. ഈ സമയത്ത് സാധനങ്ങൾ വാങ്ങുന്നു. സത്യയുഗത്തിൽ രാജ്യം ഭരിക്കുന്നു. എന്നാൽ ഈ രാജപദം നമുക്ക് ആരാണ് നൽകിയത് എന്നത് അവർക്കറിയില്ല. ലക്ഷ്മി നാരായണന്റെ രാജ്യം എപ്പോഴായിരുന്നു? സ്വർഗത്തിൻ്റെ സുഖം പാടപ്പെടുകയും ചെയ്യുന്നു. എല്ലാ രീതിയിലുമുള്ള സുഖം നൽകുന്നു. ഇതിനേക്കാൾ കൂടുതൽ മറ്റൊരു സുഖവുമില്ല. പിന്നീട് ആ സുഖവും പ്രായേണ ലോപിക്കുന്നു. പകുതി കൽപ്പത്തിനു ശേഷം രാവണൻ വന്ന് എല്ലാ സുഖവും തട്ടിയെടുക്കുന്നു. ആരോടെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. നിങ്ങൾ സർവഗുണ സമ്പന്നവും 16 കല സമ്പൂർണവുമായിരുന്നു. ആ കലകളെല്ലാം സമാപ്തമായി. ഒരു ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ഇത്രയും മഹിമയില്ല. പൈസ ഉണ്ടെങ്കിൽ ലർഖാനയിൽ ചുറ്റിക്കറങ്ങിയിട്ട് വരൂ എന്ന് പറയുന്നുണ്ടല്ലോ. ലർഖാന സിന്ധിലെ ഒരു സ്ഥലമാണ്. നിങ്ങൾ ചിന്തിക്കൂ, സ്വർഗത്തിൽ എത്ര അളവറ്റ ധനസമ്പത്തുക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവയില്ല. എല്ലാം മറഞ്ഞു പോകുന്നു. ധർമ്മഭ്രഷ്ടവും കർമ്മഭ്രഷ്ടവുമായി മാറുന്നു. അപ്പോൾ ധനസമ്പത്തുകളും മറഞ്ഞു പോകുന്നു. പിന്നെ താഴേക്ക് വീഴാൻ തുടങ്ങുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾക്ക് ഇത്രയും ധനം നൽകി, നിങ്ങളെ വജ്രതുല്യമാക്കി. പിന്നെ നിങ്ങൾ ധനസമ്പത്തുക്കൾ എവിടെ പാഴാക്കി കളഞ്ഞു? ഇപ്പോൾ വീണ്ടും ബാബ പറയുന്നു, തൻ്റെ സമ്പത്ത് പുരുഷാർത്ഥം ചെയ്ത് നേടിയെടുക്കൂ. നിങ്ങൾക്കറിയാം, ബാബ നമുക്ക് വീണ്ടും സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം നൽകുന്നു. പറയുന്നു, ഹേ കുട്ടികളെ, എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങളിൽ ഏതൊരു തുരുമ്പാണോ ഉള്ളത് അത് മാറും. കുട്ടികൾ പറയുന്നു, ബാബ, നമ്മൾ മറന്നു പോകുന്നു. ഇതെന്താണ്? കന്യക വിവാഹം ചെയ്യുമ്പോൾ പതിയെ എപ്പോഴെങ്കിലും മറക്കാറുണ്ടോ? കുട്ടികൾ എപ്പോഴെങ്കിലും അച്ഛനെ മറക്കാറുണ്ടോ? ബാബയാണെങ്കിൽ ദാതാവാണ്. സമ്പത്ത് കുട്ടികൾക്ക് നേടണമെന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഓർമ്മിക്കേണ്ടി വരും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമധുരമായ സിഖിലതെ കുട്ടികളെ, ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുമെങ്കിൽ വികർമ്മം വിനാശമാകും. മറ്റൊരു ഉപായവുമില്ല. ഭക്തിമാർഗത്തിൽ തീർത്ഥയാത്ര, ഗംഗാസ്നാനം തുടങ്ങിയവ ചെയ്തു വന്നു. അപ്പോൾ പടികൾ താഴെ ഇറങ്ങി വരികയാണ് ചെയ്തത്. മുകളിലേക്ക് കയറാനേ കഴിഞ്ഞില്ല. നിയമം അനുശാസിക്കുന്നില്ല. എല്ലാവരുടെയും ഇറങ്ങുന്ന കല തന്നെയാണ്. ഇന്നയാൾ മുക്തിയിൽ പോയി എന്ന് പറയുന്നു. ഇത് അസത്യമാണ് പറയുന്നത്. തിരികെ ആർക്കും പോകുവാൻ സാധിക്കില്ല. ബാബ വന്നിരിക്കുന്നു നിങ്ങളെ 16 കല സമ്പൂർണമാക്കുവാൻ. നിർഗുണമായ എന്നിൽ യാതൊരു ഗുണങ്ങളുമില്ല എന്ന് നിങ്ങൾ തന്നെയാണ് പാടിയിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ബാബ ഗുണവാനാക്കി മാറ്റുന്നു. നമ്മൾ തന്നെയാണ് ഗുണവാനും പൂജ്യനുമായിരുന്നത്. നമ്മൾ സമ്പത്ത് നേടിയിരുന്നു 5000 വർഷങ്ങളായി. ബാബയും പറയുന്നു, നിങ്ങൾക്ക് സമ്പത്ത് നൽകി പോയിരുന്നു. ശിവജയന്തി, രക്ഷാബന്ധൻ, ദസറ തുടങ്ങിയവ ആഘോഷിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും ഒന്നും മനസ്സിലാക്കുന്നില്ല. എല്ലാം മറന്നു പോകുന്നു. പിന്നെ ബാബ വന്ന് ഓർമ്മ വരുത്തുന്നു, നിങ്ങൾ തന്നെയായിരുന്നു. പിന്നെ നിങ്ങൾ രാജ്യഭാഗ്യം പാഴാക്കി. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇപ്പോൾ ഈ മുഴുവൻ ലോകവും പഴയതും ജീർണിച്ചതുമാണ്. ലോകമാണെങ്കിൽ ഇത് തന്നെയാണ്. ഇതേ ഭാരതം പുതിയതായിരുന്നു, ഇപ്പോൾ പഴയതായി.
സ്വർഗത്തിൽ സദാ സുഖമുണ്ടായിരിക്കും. പിന്നെ ദ്വാപരം മുതൽ എപ്പോൾ ദുഃഖം ആരംഭിക്കുന്നു അപ്പോൾ ഈ വേദശാസ്ത്രങ്ങളും മറ്റും ഉണ്ടാകുന്നു. ഭക്തി ചെയ്ത് എപ്പോൾ നിങ്ങൾ ഭക്തി പൂർത്തിയാക്കുന്നു അപ്പോഴാണല്ലോ ഭഗവാൻ വരുന്നത്. ബ്രഹ്മാവിൻ്റെ പകൽ ബ്രഹ്മാവിൻ്റെ രാത്രി പകുതിയായിരിക്കുമല്ലോ. ജ്ഞാനമാണ് പകൽ, ഭക്തിയാണ് രാത്രി. അവർ കൽപ്പത്തിൻ്റെ ആയുസ്, അതായത് ദൈർഘ്യം തലകീഴാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ എല്ലാവരെയും ബാബയുടെ മഹിമ ഇരുന്ന് കേൾപ്പിക്കൂ. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, ശാന്തിയുടെ സാഗരമാണ്. കൃഷ്ണനെക്കുറിച്ച് നിരാകാരൻ, പതീത പാവനൻ, സുഖത്തിൻ്റെ സാഗരൻ എന്ന് പറയില്ല. കൃഷ്ണന്റെ മഹിമ തന്നെ വേറെയാണ്. രാപകലിൻ്റെ വ്യത്യാസമുണ്ട്. ശിവനെ പറയുന്നത് തന്നെ ബാബ എന്നാണ്. ശ്രീകൃഷ്ണ ബാബ എന്ന വാക്കേ ശോഭിക്കുന്നില്ല. എത്ര വലിയ തെറ്റാണ്. പിന്നെ ചെറിയ തെറ്റുകൾ ചെയ്ത് 100% മറന്നുപോയി. ബാബ പറയുന്നു, സന്യാസിമാരിൽ നിന്നും ഒരിക്കലും ഈ കരാർ ലഭിക്കുകയില്ല. അവർ നിവൃത്തി മാർഗത്തിൻ്റെതാണ്. നിങ്ങൾ പ്രവൃത്തി മാർഗത്തിലുള്ളവരാണ്. നിങ്ങൾ സമ്പൂർണ്ണ നിർവികാരിയായിരുന്നു. വൈസ്ലെസ് വേൾഡ് ആയിരുന്നു. ഇതാണ് വിഷ്യസ് വേൾഡ്, വികാരി ലോകം. സത്യയുഗത്തിൽ കുട്ടികൾ ജനിക്കുന്നില്ലേ? അവിടെയും വികാരമുണ്ടായിരുന്നു എന്നവർ പറയുന്നു. അത് സമ്പൂർണ്ണ നിർവികാരി ലോകമാണ്. സമ്പൂർണ്ണ നിർവികാരി പിന്നെ എങ്ങനെ വികാരിയാകുവാൻ സാധിക്കും? പിന്നെ സത്യയുഗത്തിൽ ഇത്രയും മനുഷ്യരുണ്ട്, ഇതെങ്ങനെ സാധ്യമാകും? അവിടെ ഇത്രയും മനുഷ്യരുണ്ടായിരിക്കില്ല. ഭാരതമല്ലാതെ മറ്റൊരു ഖണ്ഡവും കാണില്ല. നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നവർ പറയുകയും ചെയ്യുന്നു. ലോകമാണെങ്കിൽ സദാ നിറഞ്ഞതായിരിക്കുന്നു. ഒന്നും മനസ്സിലാക്കുന്നില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, ഭാരതം ഗോൾഡൻ ഏജ് ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ അയൺ ഏജും കല്ല് ബുദ്ധിയുമാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ഡ്രാമയെ മനസ്സിലാക്കി. ഗാന്ധിജിയും മറ്റുമെല്ലാം രാമരാജ്യം ആഗ്രഹിച്ചിരുന്നു. മഹാഭാരത യുദ്ധം നടന്നതായി കാണിക്കുന്നു. കഴിഞ്ഞു. പിന്നെ കളി സമാപ്തമായി. പിന്നീട് എന്ത് സംഭവിച്ചു? ഒന്നും കാണിച്ചിട്ടില്ല. ബാബയിരുന്ന് ഇത് മനസ്സിലാക്കിച്ചു തരുന്നു. ഇതാണെങ്കിൽ തികച്ചും സഹജമാണ്. ശിവജയന്തി ആഘോഷിക്കുന്നു. അപ്പോൾ തീർച്ചയായും ശിവബാബ വരുന്നുണ്ട്. ആ ഒന്ന് ഹെവൻലി ഗോഡ് ഫാദറാണ്. അപ്പോൾ തീർച്ചയായും ഹെവൻ്റെ ഗേറ്റ് തുറക്കുവാനായി വരും. എപ്പോഴാണോ ഹെൽ ആയിരിക്കുന്നത് അപ്പോഴാണ് വരുന്നത്. ഹെവൻ്റെ കവാടം തുറന്ന് ഹെല്ലിൻ്റേത് അടയ്ക്കും. ഹെവൻ്റെ കവാടം തുറക്കുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവരും ഹെവനിൽ തന്നെ വരും. ഈ കാര്യങ്ങൾ ഡിഫിക്കൽട്ടായതൊന്നുമല്ല. മഹിമ കേവലം ഒരു ബാബയുടേതാണ്. ശിവ് ബാബയുടേത് ഒരേ ഒരു കടയാണ്. അതാണ് പരിധിയില്ലാത്ത പിതാവ്. പരിധിയില്ലാത്ത ബാബയിലൂടെ ഭാരതത്തിന് സ്വർഗത്തിൻ്റെ സുഖം ലഭിക്കുന്നു. പരിധിയില്ലാത്ത ബാബ സ്വർഗം സ്ഥാപിക്കുന്നു. തീർച്ചയായും പരിധിയില്ലാത്ത സുഖമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഹെല്ലിൽ പതിച്ചു? ഇതാരും അറിയുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ തന്നെ ആയിരുന്നു, പിന്നെ നിങ്ങൾ തന്നെ വീണു. ദേവതമാർക്ക് തന്നെയാണ് 84 ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ വന്ന് പതീതമായിരിക്കുന്നു. അവർക്ക് തന്നെയാണ് പിന്നെ പാവനമാകേണ്ടത്. ബാബയുടെയും ജന്മമുണ്ട്, അപ്പോൾ രാവണൻ്റെയും ജന്മമുണ്ടാകുന്നു. ഇതാർക്കും തന്നെ അറിയില്ല. രാവണനെ എപ്പോൾ മുതലാണ് കത്തിക്കുന്നത് എന്ന് ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ. അത് അനാദിയായി തുടർന്നു വരുന്നു എന്ന് പറയും. ഈ എല്ലാ രഹസ്യങ്ങളും ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ബാബയുടെ ആ ഒരേ ഒരു കടയ്ക്ക് തന്നെയാണ് മഹിമയുള്ളത്. സുഖം, ശാന്തി, പവിത്രത ഇവ മനുഷ്യനിൽ നിന്നും മനുഷ്യർക്ക് ലഭിക്കുക സാധ്യമല്ല. ഒരാൾക്ക് മാത്രമായിരിക്കില്ലല്ലോ ശാന്തി ലഭിച്ചത്.
ഇന്ന ആളിൽ നിന്നും ശാന്തി ലഭിച്ചു എന്നത് കള്ളമാണ് പറയുന്നത്. ശാന്തി ലഭിക്കുന്നത് ശാന്തിധാമത്തിലാണ്. ഇവിടെ ഒരാൾക്ക് ശാന്തി ഉണ്ടാകുമ്പോൾ പിന്നെ മറ്റൊരാൾ അശാന്തമാക്കുകയാണ് എങ്കിൽ ശാന്തിയിലിരിക്കുവാൻ സാധിക്കില്ല. സുഖം, ശാന്തി, പവിത്രത എല്ലാ വസ്തുക്കളുടെയും വ്യാപാരി ഒരേ ഒരു ശിവബാബയാണ്. ആ ഒന്നുമായി ആർക്കും വന്ന് വ്യാപാരം ചെയ്യാം. ആ ഒന്നിനെ പറയുന്നത് തന്നെ കരാറുകാരൻ എന്നാണ്. പവിത്രത, സുഖം, ശാന്തി, സമ്പത്ത് എല്ലാം ആ ഒന്നിൻ്റെ അടുക്കലുണ്ട്. അപ്രാപ്തമായ ഒരു വസ്തുവുമില്ല. നിങ്ങൾ സ്വർഗത്തിൻ്റെ രാജ്യം നേടുന്നു. ബാബ നൽകുവാനായി വന്നിരിക്കുന്നു. എടുക്കുന്നവർ എടുത്തെടുത്ത് ക്ഷീണിച്ചു പോകുന്നു. ഞാൻ വരുന്നത് തന്നെ നൽകുവാനാണ്. നിങ്ങൾ എടുക്കുന്നതിൽ തണുത്തു പോവുകയും ചെയ്യുന്നു. കുട്ടികൾ പറയുന്നു, ബാബ, മായയുടെ കൊടുങ്കാറ്റ് വരുന്നു. ശരിയാണ്, പദവിയും വളരെ ഉയർന്നതാണ് നേടേണ്ടത്. സ്വർഗത്തിൻ്റെ അധികാരിയാണ് ആകുന്നത്. ഇതെന്താ കുറഞ്ഞ കാര്യമാണോ? അപ്പോൾ പ്രയത്നിക്കേണ്ടി വരും. ശ്രീമത് അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ. എന്ത് സാധനങ്ങൾ ലഭിക്കുന്നുവോ അത് പിന്നെ മറ്റുള്ളവർക്കും നൽകേണ്ടി വരും. ദാനം ചെയ്യേണ്ടി വരും. പവിത്രമാകണമെങ്കിൽ 5 വികാരങ്ങളെ തീർച്ചയായും ദാനം ചെയ്യണം. പ്രയത്നിക്കേണ്ടതുണ്ട്. ബാബയെ ഓർമ്മിക്കണം. അപ്പോൾ മാത്രമേ തുരുമ്പ് മാറുകയുള്ളൂ. മുഖ്യമായതാണ് ഓർമ്മ. പ്രതിജ്ഞ ചെയ്യൂ, ബാബ, നമ്മൾ വികാരത്തിൽ ഒരിക്കലും പോവുകയില്ല. ആരോടും ദേഷ്യപ്പെടുകയില്ല. പക്ഷേ ഓർമ്മയിൽ തീർച്ചയായും ഇരിക്കണം. ഇല്ലെങ്കിൽ ഇത്രയും പാപങ്ങൾ എങ്ങനെ വിനാശമാകും? ബാക്കി നോളജ് ആണെങ്കിൽ വളരെ സഹജമാണ്. 84 ജന്മത്തിൻ്റെ ചക്രം എങ്ങനെ കറങ്ങി? ഇത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. ബാക്കി ഓർമ്മയുടെ യാത്രയിലാണ് പ്രയത്നമുള്ളത്. ഭാരതത്തിൻ്റെ പ്രാചീന യോഗം പ്രശസ്തമാണ്. എന്ത് ജ്ഞാനമാണ് നൽകുന്നത്? മന്മനാഭവ, അതായത് എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. നിങ്ങൾ പാടുകയും ചെയ്തിരുന്നു. താങ്കൾ വരികയാണെങ്കിൽ മറ്റെല്ലാ കൂട്ടുകെട്ടും ഉപേക്ഷിച്ച് ഒന്നുമായി കൂട്ടുകെട്ട് യോജിപ്പിക്കും. നിന്റെ മേൽ ബലിയർപ്പണമാകും. നിന്നെ അല്ലാതെ മറ്റാരെയും ഓർമ്മിക്കില്ല. പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് മറന്നു പോകുന്നു? കൈകൾ കർമ്മം ചെയ്യട്ടെ, ഹൃദയം ഓർമ്മിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു. കർമ്മയോഗി നിങ്ങളാണ്. തൊഴിലും മറ്റും ചെയ്യുമ്പോൾ ബുദ്ധിയോഗം ബാബയുമായി യോജിപ്പിക്കണം. പ്രിയതമനായ ബാബ സ്വയം പറയുന്നു, പ്രിയതമകളായ നിങ്ങൾ പകുതി കൽപ്പം ഓർമ്മിച്ചു. ഇപ്പോൾ ഞാൻ വന്നിരിക്കുകയാണ്, എന്നെ ഓർമ്മിക്കൂ. ഈ ഓർമ്മ തന്നെയാണ് അടിക്കടി മറന്നു പോകുന്നത്. ഇതിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. കർമാതീത അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഈ ശരീരം തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. എപ്പോഴാണോ രാജധാനി സ്ഥാപിതമാകുന്നത് അപ്പോൾ നിങ്ങൾ കർമാതീത അവസ്ഥ നേടും. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും പുരുഷാർത്ഥികളാണ്. ഏറ്റവും കൂടുതൽ മമ്മയും ബാബയുമാണ് ഓർമ്മിക്കുന്നത്. സൂക്ഷ്മവതനത്തിലും അവർ കാണപ്പെടുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ ആരിലാണോ പ്രവേശിക്കുന്നത് അത് വളരെ ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മമാണ്. ആ ഒന്നും ബ്രഹ്മാവും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. കർമാതീത അവസ്ഥയിൽ ഇപ്പോൾ ആർക്കും എത്തിച്ചേരാൻ സാധിക്കില്ല. കർമാതീത അവസ്ഥ വരികയാണെങ്കിൽ പിന്നെ ഈ ശരീരം അവശേഷിക്കില്ല. ബാബ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. ഇനി മനസ്സിലാക്കുന്നവരുടെ ബുദ്ധിയുടെ മേലാണ്. ഹെവൻലി ഗോഡ് ഫാദർ ഒന്ന് തന്നെയാണ്. ആ ഒന്നിൻ്റെ അടുക്കലാണ് ജ്ഞാനത്തിൻ്റെ മുഴുവൻ സാധനങ്ങളും ഉള്ളത്. ആ ഒന്ന് ഇന്ദ്രജാലക്കാരനാണ്. മറ്റാരിൽ നിന്നും സുഖത്തിൻ്റെയും ശാന്തിയുടെയും പവിത്രതയുടെയും സമ്പത്ത് ലഭിക്കില്ല. ബാബ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുന്നു. കുട്ടികൾ ധാരണ ചെയ്യിക്കണം. എത്ര ധാരണ ചെയ്യുന്നോ
അത്രയും സമ്പത്ത് നേടുന്നു. ദിനം പ്രതിദിനം വളരെയധികം പരിപോഷിപ്പിക്കുന്ന സാധനങ്ങൾ ലഭിക്കുന്നു. ലക്ഷ്മി നാരായണനെ നോക്കൂ, എത്ര മധുരമാണ്. അവരെ പോലെ മധുരമാകേണ്ടതാണ്. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. മറ്റേതെങ്കിലും സത്സംഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടോ? ഇത് നമ്മുടെ തികച്ചും പുതിയ ഭാഷയാണ്. ഇതിനെ സ്പിരിച്വൽ നോളജ് എന്ന് പറയുന്നു. ശരി, ധാരണയ്ക്കുള്ള മുഖ്യസാരം. ബാബയിൽ നിന്നും സുഖത്തിൻ്റെയും ശാന്തിയുടെയും പവിത്രതയുടെയും ഏതെല്ലാം സാധനങ്ങളാണോ ലഭിച്ചിരിക്കുന്നത് അവ സർവർക്കും നൽകണം. ആദ്യം വികാരങ്ങൾ ദാനം ചെയ്ത് പവിത്രമാകണം. പിന്നെ അവിനാശി ജ്ഞാനധനം ദാനം ചെയ്യണം. ദേവതമാരെ പോലെ മധുരമാകണം. ബാബ് ദാദയോട് ഏതൊരു പ്രതിജ്ഞ ചെയ്തോ അത് സദാ ഓർമ്മ വയ്ക്കണം. ബാബയുടെ ഓർമ്മയിലിരുന്ന് വികർമ്മവും വിനാശമാക്കണം. വരദാനം. നിമിത്ത ഭാവത്തിൻ്റെ സ്മൃതിയിലൂടെ തൻ്റെ ഓരോ സങ്കല്പത്തിൻ്റെ മേലും അറ്റൻഷൻ വയ്ക്കുന്ന നിവാരണ സ്വരൂപമായി ഭവിക്കട്ടെ. നിമിത്തമായിരിക്കുന്ന ആത്മാക്കളിൽ എല്ലാവരുടെയും ദൃഷ്ടി ഉണ്ടായിരിക്കും. അതിനാൽ നിമിത്തമാകുന്നവർക്ക് വിശേഷിച്ച് തൻ്റെ ഓരോ സങ്കല്പത്തിൻ്റെ മേലും അറ്റൻഷൻ വയ്ക്കേണ്ടി വരും. അഥവാ നിമിത്തമായ കുട്ടികളും ഏതെങ്കിലും കാരണം കേൾപ്പിക്കുകയാണെങ്കിൽ അവരെ ഫോളോ ചെയ്യുന്നവരും അനേകം കാരണങ്ങൾ കേൾപ്പിക്കുന്നു. അഥവാ നിമിത്തമാകുന്നവരിൽ ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ അത് മറഞ്ഞിരിക്കുകയില്ല. അതിനാൽ വിശേഷിച്ച് തൻ്റെ സങ്കല്പത്തിൻ്റെയും വാക്കിൻ്റെയും കർമ്മത്തിൻ്റെയും മേൽ അറ്റൻഷൻ നൽകി നിവാരണ സ്വരൂപം ആകൂ. സ്ലോഗൻ. ആരിലാണോ തൻ്റെ ഗുണത്തിൻ്റെയോ വിശേഷതകളുടെയോ പോലും അഭിമാനം ഇല്ലാത്തത് അവരാണ് ജ്ഞാനി ആത്മാവ്. അവ്യക്ത സൂചന. മഹാൻ ആകുന്നതിനായി മധുരതയുടെയും വിനയത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യൂ. മധുരതയുടെ ഗുണം ജീവിതത്തിൽ വരുന്നത് തൻ്റെയോ മറ്റുള്ളവരുടെയോ കഴിഞ്ഞുപോയ കാര്യങ്ങളെ നോക്കാതെ ഉള്ളിലെ സംസ്കാരങ്ങളെ സരളവും വിനയചിത്തവുമാക്കി മാറ്റുമ്പോഴാണ്. സരളചിത്തമായ ആത്മാവിൻ്റെ ഗുണം തന്നെ മധുരതയാണ്. അവരുടെ നയനങ്ങളിലൂടെ മധുരത, വായിലൂടെ മധുരത, പെരുമാറ്റത്തിലൂടെ മധുരത പ്രത്യക്ഷ രൂപത്തിൽ കാണപ്പെടും. മധുരതയും വിനയവും ഈ രണ്ട് വിശേഷ ധാരണകളിലൂടെ സദാ വിശ്വമംഗളകാരിയും മഹാദാനിയും വരദാനിയുമായി മാറും. സഹജമായി തന്നെ സ്നേഹത്തിൻ്റെ തെളിവ് നൽകുവാൻ സാധിക്കും. ഓം ശാന്തി. ഞാൻ ശക്തിശാലി ആത്മാവാണ്. I am a powerful being. എന്ത് ചിന്തിക്കുന്നുവോ അത് എനിക്ക് ചെയ്യുവാൻ കഴിയും. ഞാൻ ശാന്ത സ്വരൂപ ആത്മാവാണ്. എൻ്റെ ഓരോ സങ്കല്പവും സത്യമാണ്, ശാന്തമാണ്, സ്ഥിരമാണ്. ഞാൻ പവിത്ര ആത്മാവാണ്. എൻ്റെ ഓരോ സങ്കല്പവും ഓരോ വാക്കും വരദാനിയാണ്. എൻ്റെ ശരീരം
നിരോഗിയാണ്. എൻ്റെ ശരീരം സമ്പൂർണ്ണ ആരോഗ്യമുള്ളതാണ്. അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. പവിത്രതയും ശാന്തിയും ശക്തിയും എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും എത്തിച്ചേരുന്നു. പരമാത്മാ ശക്തികൾ എൻ്റെ സുരക്ഷാ കവചമാണ്. ഈ ഊർജ വലയത്തിൻ്റെ ഉള്ളിൽ യാതൊന്നിനും പ്രവേശിക്കുവാൻ കഴിയില്ല. ഞാൻ ഈശ്വരൻ്റെ സ്നേഹത്താലും ശക്തികളാലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പരമാത്മാ ശക്തിയുടെ ഊർജവലയം എൻ്റെ കുടുംബത്തിലുള്ളവരുടെ ചുറ്റുമുണ്ട്. എൻ്റെ കുടുംബവും സുരക്ഷിതമാണ്. പരമാത്മാവിൻ്റെ ശക്തികൾ ഈ സൃഷ്ടിയിലെ ഓരോരുത്തരിലും എത്തിച്ചേരുന്നു. God's power is reaching every soul on this planet. ഓരോ ആത്മാവും ശക്തിശാലിയാണ്, നിർഭയമാണ്, സുരക്ഷിതമാണ്. ഈ മുഴുവൻ സൃഷ്ടിയുടെയും നാനാഭാഗത്തും പരമാത്മാ ശക്തിയുടെ പവിത്രതയുടെ വലയമുണ്ട്. ഈ ലോകം ഭദ്രമാണ്, സുരക്ഷിതമാണ്. ഏതൊരു കാര്യം വന്നു ചേർന്നുവോ ആ കാര്യം പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞു. അത് സമാപ്തമായി. ഫിനിഷ്ഡ് ഫോർ എവർ, എന്നേക്കുമായി ഇല്ലാതായി കഴിഞ്ഞു. നമ്മുടെ ലോകം പരമാത്മാവിൻ്റെ ശക്തികളാൽ ഭദ്രമാക്കപ്പെട്ട് കഴിഞ്ഞു, സുരക്ഷിതമാക്കപ്പെട്ട് കഴിഞ്ഞു. ഓം ശാന്തി.